കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ദൈവസന്നദ്ധിയിലായിരിക്കാൻ ദൈവം ഒരുക്കിയായി നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ ഈ പ്രതികൂലങ്ങൾ നിറഞ്ഞ ഈ ലോക്ക്ഡൗൺ കാലയളവിൽ ദൈവത്തിന്റെ വചനം കേൾക്കുവാനും അത് പ്രാപിക്കുവാനും അതിനാൽ അനുഗ്രഹിക്കപ്പെടുവാനുമായി ദൈവം ഒരുക്കിയ എല്ലാ നല്ല വഴികളെയും അവസരങ്ങളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ദുബായിൽ നിന്ന് പ്രിയ ജിതേഷ് ബി ഈ കഴിഞ്ഞ നാളുകളിൽ വളരെ ശക്തമായി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാനുള്ള ദൈവിക പരിജ്ഞാനവും അധികാരവും കൃപയും പ്രത്യേക കൃപാവരങ്ങളും ദൈവം നൽകി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ദാസനെ ഓർത്തി കർത്താവിനെ ബോധ്യപ്പെടുത്തുന്നു. ഈ വരും കാലങ്ങളിൽ വീണ്ടും ശക്തമായി ദൈവം തന്നെ ഉപയോഗിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാൻ തോന്നുന്ന സമയം കർത്താവിന്റെ ദാസൻ ജിതേഷ് ദൈവം ശുശ്രൂഷിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാൻ അതിനായി കർത്താവിന്റെ ദാസനെ ബഹുമാനത്തോടെ ക്ഷണിക്കുക. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവസരം തന്ന കർത്താവിൻ്റെ ദാസനും സഭയ്ക്ക് നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് ദൈവവചനം ശ്രവിപ്പാൻ ദൈവം ഒരുക്കി തരുന്ന ഈ നല്ല സമയങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളുടെ ജീവിതത്തിലെ ഒരു പ്രത്യേകത, നാം ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ഓൺലൈൻ മീഡിയത്തിലൂടെ ആവണമെന്നില്ല, വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ബൈബിൾ വായനയിൽ, പഠനത്തിൽ, യൂട്യൂബിലൂടെ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക വാട്സാപ്പിൽ വരുന്ന മെസ്സേജ് നിരന്തരം എൻറിച്ച്ഡ് ആയിട്ട് നാം ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനൊരു മാധ്യമത്തിലൂടെ സംസാരിപ്പാനൊക്കെ ദൈവം വഴികളെ ഒരുക്കുന്നതിനായി സ്തോത്രം. അല്പസമയത്തെ ഒരു ചെറിയ ചിന്ത പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ നാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പല ആഴങ്ങൾ, പല കാര്യങ്ങളൊക്കെ നമ്മുടെ ചിന്തയിലൊക്കെയും കടന്നുപോയി. ഈ നാളുകളിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി നമുക്ക് വേണമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അടുത്തൊരു ചാനലിലേക്ക് പോകാം. അത്രയും ഈസിയാണ് ദൈവവചനം കേൾക്കുന്ന പോലും. പണ്ടൊരു കാലത്ത് ബൈബിൾ കിട്ടാൻ തന്നെ വളരെ ദിവസങ്ങൾ കാത്തിരിക്കുന്ന ഒരു സ്വഭാവമുള്ള ജനം, പിന്നത്തേതിൽ ദൈവവചനം ഒരു മീറ്റിംഗ് കിട്ടാൻ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം, പിന്നത്തേതിൽ ഇന്ന് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് മാറുന്നത് പോലെയാണ് ദൈവവചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദങ്ങൾ, വചനങ്ങളെല്ലാം ശ്രവിക്കുന്ന. പെട്ടെന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു റിമാർക്കബിൾ ആയിട്ട്, അപ്പോൾ പലരും പറയും ആദ്യത്തെ 20 മിനിറ്റ്സ് വളരെ ക്യാച്ചി ആയിട്ട് 20 സെക്കൻഡ്സ് ക്യാച്ചി ആയിട്ട് സംസാരിച്ചില്ലെങ്കിൽ ചാനൽ മാറ്റിക്കഴിയും. അപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എന്താ പറയുക, ഒരു ഇൻട്രഡക്ഷനൊക്കെ പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ആ സിറ്റുവേഷനിൽ നിന്നൊക്കെ നമുക്കൊരു അതായത് എനിക്ക് ദൈവവചനം കേൾക്കണം, കേട്ടിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കി അതിൽ ഞാൻ സമർപ്പിക്കപ്പെടുവാൻ അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്ന ഒരു സമയമെല്ലാം കഴിഞ്ഞുപോയി. ഇന്നെല്ലാവർക്കും പെട്ടെന്ന് അപ്പം കൂടുതലും ക്ലിപ്സും ചെറിയ ഷോർട്ട് മെസ്സേജസൊക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടം. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന നല്ലതാണ്, നമ്മുടെ ബിസി ഷെഡ്യൂളിൽ അങ്ങനത്തെ മെസ്സേജസ് കേൾക്കും, അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട്, അത് അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷേ നാം ദീർഘമായി കേൾക്കുമ്പോഴാണ് നമുക്കൊരു അതിൻ്റെ വചനം, അതിൻ്റെ അരുളപ്പാട്, ദൈവത്തിൻ്റെ അരുളപ്പാട് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് ടൈമില്ല. കാരണം നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് നമുക്കിഷ്ടം. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നാം വ്യക്തികളെ ശ്രദ്ധിക്കപ്പെടാൻ നാം ശ്രമിക്കും. വി വിൽ സ്റ്റാർട്ട് ഐഡലൈസിങ് പീപ്പിൾ. ആ വ്യക്തികളെ നാം ഐഡലൈസ് ചെയ്യാൻ തുടങ്ങും. അവർ പറയുന്ന മെസ്സേജസ് പിന്നെയും കേൾക്കാൻ അത് നമ്മുടെ കാതുകൾക്ക് നല്ലതായിട്ട് നമുക്ക് തോന്നിത്തുടങ്ങും. ആൻഡ് ദെൻ ഫൈനലി വി ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദി ഇൻഡിവിജ്വൽ ദാൻ ദ മെസ്സേജ്. എന്ന് വെച്ചാൽ ഒരു വ്യക്തി പിന്നെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് നല്ലതാണ് എന്ന് പറയുന്ന ഒരു സമയത്തിലേക്ക് വരും. അപ്പോൾ ദൈവവചനം ശുശ്രൂഷ ചെയ്യുന്നതിനെക്കാട്ടും അല്ലെങ്കിൽ അവിടെ ദൈവവചനം ശുശ്രൂഷ ചെയ്യപ്പെടുന്നു എന്നുള്ള ചിന്തയെക്കാട്ടും ആ വ്യക്തി ദൈവവചനം ശുശ്രൂഷ ചെയ്യുന്നു എന്ന് സ്ലോലി ദൈവവചനത്തിൻ്റെ സ്ഥാനം നമ്മളത് മാറ്റി ആ വ്യക്തിക്ക് ഒരു വലിയ വില കൽപ്പിക്കും. ആ വ്യക്തി കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാനത് കേൾക്കാം എന്ന് നാം ശ്രമിക്കാൻ ഇടയാകും. അപ്പോൾ ദൈവത്തിൻ്റെ മീഡിയം നമ്മളെന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിയിൽ ഐഡിയലൈസ് ചെയ്ത് റിസ്ട്രിക്റ്റ് ചെയ്യുന്നു.
ആ വ്യക്തി കൃപയിൽ നിന്ന് വീണു പോകുമ്പോൾ നമ്മുടെ വിശ്വാസം തന്നെ താഴ്മാറായി. പിന്നെ നമ്മൾ അതിനെ എങ്ങനെ പിടിച്ചു പോക്കണമെന്ന് ചിന്തിച്ച് ഇരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമെങ്കിൽ ഈ വ്യക്തി പറയുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണോ അല്ലയോ എന്ന് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും തോറും ഇറ്റ് വിൽ നോട്ട് പുട്ട് യു ഡൗൺ. കാരണം ആര് സംസാരിച്ചാലും എനിക്ക് വിഷയമല്ല. ദൈവവചനം, ആസ് ലോങ് ആസ് ദൈവവചനമാണ് അവിടെ സംസാരിക്കപ്പെടുന്നതെങ്കിൽ ഐ എം റിയലി ഹാപ്പി എന്ന് പറയുന്ന മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ കടന്നു വരേണ്ട സമയം അതിക്രമിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ആ നഷ്ടപ്പെടുത്തിയ അവസ്ഥയിൽ ഒരു മനുഷ്യനിൽ ദൈവം കൊടുക്കുന്ന ഒരു കൃപ അല്ലെങ്കിൽ കൃപാവരം, വചനം സംസാരിക്കുവാനും ദൈവത്തിൻ്റെ അരുളപ്പാട് പറയാനും കൊടുക്കുന്നു. അത് നാം അമിതമായി ശ്രദ്ധിക്കപ്പെടുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആ വ്യക്തിയിലേക്ക് ശ്രദ്ധ മാറുകയും ആ വ്യക്തിയെപ്പോലെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയെപ്പോലെ എനിക്ക് ആവണം, അങ്ങനെയെങ്കിലും ശുശ്രൂഷ ചെയ്യുമെങ്കിൽ, ഒരിക്കലെങ്കിലും ആയുസ്സിൽ ഈ ജീവിതത്തിൽ ആ വ്യക്തിയെപ്പോലെ നാം ആയിത്തീരണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സ് അതിലേക്ക് മാറും. എന്നാൽ നമ്മുടെ ഫോക്കസ് ഓഫ് മിനിസ്ട്രി ജീസസ് ക്രൈസ്റ്റ് ആണെങ്കിൽ, യേശു ക്രിസ്തു ആണെങ്കിൽ, ഇഫ് our focus of ministry is Jesus Christ, then even if people fall, ദാവീദ് പറയുന്ന പോലെ എൻ്റെ ഇടതുവശത്ത് 1000 വലതുവശത്ത് 10,000 വീണ ഞാൻ കുലുങ്ങുകയില്ല എന്ന് പറയുന്ന ആ സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ വരാൻ ഇടയാകും. ഇന്ന് പകലും നമ്മൾ അങ്ങനത്തെ ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് വരാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആര് വീണില്ല. അബ്രഹാമിനോട് ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന് അത്രയും മതി. ദൈവത്തിൻ്റെ പ്രമാണം കട്ടിയായിട്ടുള്ളത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ സ്നേഹവും ദയയും ദൈവത്തിൻ്റെ കരുണയ്ക്കും വില കൊടുക്കുന്നവനെ ദൈവം ഒരു നാളും കൈവിടില്ല. അങ്ങനെയുള്ള ജീവിതത്തിൽ പ്രതിസന്ധികളില്ല എന്നല്ല, പ്രതിസന്ധികളുടെ മേലിലും പറക്കുന്ന ഒരു ഹോവർ ക്രാഫ്റ്റ് ഇങ്ങനെ പറന്നു പോകുന്ന പോലെ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക വാട്ടർ ബോട്ട് അതിൻ്റെ മേളിൽ ചീറിപ്പായുന്നത് പോലെ പ്രയാസങ്ങളും പ്രതിസന്ധികളിലും നമ്മൾ മുമ്പോട്ട് കടന്നു വരേണ്ടതാവും. ചില നാളുകൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചവൻ, ദൈവത്തിൽ വചനം കേട്ടവൻ, യഹോവയിൽ ആശ്രയിച്ചവൻ, ദൈവത്തിൻ്റെ വചനം മനസ്സിലുള്ളവൻ രക്ഷപ്പെടും. അവൻ്റെ മനസ്സ് താഴ്മാറിപ്പോവാൻ ദൈവം അനുവദിക്കില്ല. എന്നാൽ അമിതമായ ഒരു വലിയ ആവേശം കാണിച്ച് വ്യക്തിയിലേക്ക് മാത്രം നോക്കി ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ആ വ്യക്തിയിൽ നാം ആശ്രയം വെച്ച് കഴിഞ്ഞാൽ പോവും. അതുകൊണ്ടാണ് യഹോവ ആശ്രയമായിരിക്കും, യഹോവ മാത്രം ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ യഹോവയിൽ ആശ്രയം വയ്ക്കുകയും ദൈവത്തിൽ ആ പ്രത്യാശ വയ്ക്കുന്ന വ്യക്തിക്കാണ് ദൈവരാജ്യത്തിൽ കാര്യമുള്ളൂ. ഇന്ന് പകൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ ചുറ്റിനും നടക്കുന്ന ഓരോ വ്യക്തികൾ അവരുടെ കൃപയിൽ നിന്ന് വീണു പോകുമ്പോൾ അത് വേദനിക്കുന്നൊരു കാര്യമാണ്. അത് ക്രിസണ്ടമിനൊരു നഷ്ടമാണ്, ഒരു നാണക്കേട് പോലെ ആയിത്തീരും. പക്ഷെ നമ്മളെല്ലാം ഒട്ടും കുറവുള്ളവരല്ല. ആർക്ക് വേണമെങ്കിലും ഇത് വരാമായിരുന്നു. ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ് നാം ഇന്നതിൽ വരാതെ നാം പുറത്തു നിന്ന് അതിനെ വീക്ഷിക്കാൻ ദൈവം അനുവദിക്കുന്നത്. നാളെ നമ്മൾക്കും സംഭവിക്കില്ല എന്നുള്ള സെൽഫ് റൈച്ചസ്നെസ് നമ്മളിലുള്ള ആശ്രയമാണ്. എന്നാൽ നാളെ ഇതെനിക്കും സംഭവിക്കാമെന്നുള്ള എങ്കിലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം അവൻ്റെ ആശ്രയം ദൈവത്തിലാണ്. ആ പിടി ദൈവം വിടില്ല. കാരണം അവനിൽ വിശ്വാസമുള്ളതിനെക്കാട്ടും യഹോവയിൽ അല്ലെങ്കിൽ ദൈവത്തിലാണ് അവൻ്റെ വിശ്വാസം. അപ്പോൾ അവൻ്റെ സ്വന്തം വിശ്വാസത്തിൽ ഒന്നിനുമില്ല. ഞാൻ നാളെ ഒരു ചാൻസ് കിട്ടിയാൽ പാപം ചെയ്യാവുന്ന കണ്ടീഷനിലിരിക്കുന്ന ബോഡിയുള്ള മനുഷ്യനാണ് എന്നുള്ളതാണ് ആ വ്യക്തിയുടെ തീരുമാനമെങ്കിൽ, അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ഒരു നാളും കുലുങ്ങിപ്പോവാൻ ദൈവം അനുവദിക്കില്ല. ഞാൻ ഈ ദാവീദിൻ്റെ ഇത് വായിക്കുമ്പോൾ ഈ കാലഘട്ടങ്ങളിലെ ന്യൂസുകളൊക്കെ വായിക്കുമ്പോൾ വളരെയധികം വേദന തോന്നുന്ന സംഭവങ്ങളിൽ ഞാൻ ചിലതിങ്ങനെ എൻ്റെ ചിന്തയിൽ വന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദാവീദിൻ്റെ കാലഘട്ടത്തിൽ ദാവീദ് രാജാവായിരിക്കുമ്പോൾ ഒരു ഔട്ട്റൈറ്റ് സിൻ ചെയ്യുകയാണ്, ഒരു വ്യഭിചാര കുറ്റം ചെയ്യുകയാണ്. മറ്റൊരാളുടെ ഭാര്യയെ താന് മോഹിച്ചിട്ട് ഒരു വ്യഭിചാരം നടക്കുകയും അതിലൊരു കുഞ്ഞ് ജനിക്കാനിടയാവുകയും ചെയ്യുകയാണ്. ഇതറിഞ്ഞിട്ട് അതിനകത്ത് പറയുന്നൊരു പദം പറയാൻ വേണ്ടിയിട്ടാണ്, അതിലേക്ക് വരാൻ വേണ്ടി. അത് അറിഞ്ഞ് എൻ്റെ 12-ാം അധ്യായത്തിൽ നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുക്കൽ വന്ന് ദാവീദിനെ ഈ പാപം നടന്ന സംഭവത്തെ എക്സ്പോസ് ചെയ്യുന്നൊരു പോയിൻ്റുണ്ട്. ഇത് എക്സ്പോസ് ചെയ്യുമ്പോൾ ഒട്ടനെ ദാവീദ് പെട്ടെന്ന് പറയുകയാണ്. അതിൻ്റെ 13-ാമത്തെ വാക്കിൽ ദെൻ ഡേവിഡ് സെഡ് ടു നേതൻ, ഐ ഹാവ് സിൻഡ് അഗെയിൻസ്റ്റ് ദ ലോർഡ്. പെട്ടെന്ന് ഒരു പ്രവാചക ശബ്ദത്തിന് മുമ്പാകെ കീഴടങ്ങി ഞാൻ പാപം ചെയ്തു എന്ന് പറയുകയാണ്. അപ്പം നേതൻ
പ്രവാചകൻ അല്ലെങ്കിൽ നാഥാൻ പ്രവാചകൻ അതിനൊരു മറുപടി പറയുന്ന വാക്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്. ദ ലോർഡ് ഹാസ് ടേക്കൺ അവേ യുവർ സിൻസ്. നിൻ്റെ പാപം ദൈവം എടുത്ത് കളഞ്ഞിരിക്കുന്നു. യു ആർ നോട്ട് ഗോയിങ് ടു ഡൈ. നീ മരിക്കാൻ പോകുന്നില്ല. പക്ഷേ ബട്ട് ബിക്കോസ് ബൈ ഡൂയിങ് ദിസ് യു ഹാവ് ഷോൺ അട്ടർ കണ്ടംപ്റ്റ് ഫോർ ദ ലോർഡ്. എന്ന് വെച്ചാൽ നമ്മൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്നൊക്കെ പറയില്ലേ, കോടതി അലക്ഷ്യം. ദൈവത്തോടൊരു അലക്ഷ്യം കാണിച്ചതുകൊണ്ട്, ഒരു ലക്ഷ്യബോധമില്ലാതെ, ഹമാർട്ടിയ എന്നുള്ള വാക്കാണ് പാപത്തിന് പറയപ്പെടുന്ന വാക്ക്. അപ്പം ലക്ഷ്യം ഉന്നം തെറ്റുന്നതിനാണ് ഹമാർട്ടിയ എന്ന് പറയുന്നത്. അപ്പോൾ അലക്ഷ്യം കാണിച്ചതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ യഹോവ മുമ്പാകെ നിർത്തി നൃത്തമാടിയ ദാവീദിൻ്റെ മുമ്പാകെ പറയാണ്, നീ ചെയ്ത പാപം ദൈവം മാറ്റിക്കളഞ്ഞു, നീ മരിക്കാൻ പോകുന്നില്ല. പക്ഷേ ദൈവത്തിന് മുമ്പാകെ നീ അലക്ഷ്യം, യു ഡിഡ് എ കണ്ടംപ്റ്റ് ഫോർ ദ ലോർഡ്. ദ സൺ ബോൺ ടു യു വിൽ ഡൈ. നിനക്ക് ജനിച്ച മകൻ മരിക്കപ്പെടും. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ ദൈവത്തോട് അനീതി കാണിച്ചു എന്നുള്ളതാണ്. തെറ്റാണ്, അതുകൊണ്ടാണ് അത് തെറ്റായി വരുന്നത്. അല്ലാതെ ഇപ്പോൾ ഇന്നത്തെ ലോകത്തിൻ്റെ കോൺസെപ്റ്റിൽ ഇതൊന്നും വലിയ കാര്യമേ അല്ല. എല്ലാം വളരെ ടീമും വളരെ മാൻലി ആയിട്ട് തോന്നും. അതൊക്കെ പുരുഷത്വത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നവരുണ്ട്. ബട്ട് വെൻ ദ ലോർഡ് കംസ് ഇൻ ടു പിക്ചർ, ദൈവം ആ പിക്ചറിലേക്ക് വരുമ്പോൾ, മൊറാലിറ്റി പിക്ചറിലേക്ക് വരുമ്പോൾ, നിയമം പിക്ചറിലേക്ക് വരുമ്പോൾ, ദൈവം തന്നിരിക്കുന്ന നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചുവട് വയ്ക്കുമ്പോഴാണ് യു ഹാവ് എ കണ്ടംപ്റ്റ് ടു ദ ലോർഡ്സ് വേർഡ്. അതിന് എബ്രായ ഭാഷയിൽ ഇങ്ങനെ നല്ല രീതിയിൽ അത് വ്യാഖ്യാനപ്പെടുന്നുണ്ട്. അതിൻ്റെ 10-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ദ ഹോളി സ്പിരിറ്റ് ഓൾസോ ടെസ്റ്റിഫൈസ് ടു അസ് അബൌട്ട് ദ ഫസ്റ്റ്, ഹി സേസ്. അതിൽ പറയുകയാണ്, ഹോളി സ്പിരിറ്റ് അതിന് മുമ്പാകെ പറയുന്നൊരു വിഷയത്തിൽ, അതായത് ക്രിസ്തുവിൻ്റെ സാക്രിഫൈസിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയുകയാണ്, ദിസ് ഇസ് ദ കവനൻറ്റ് ഐ വിൽ മേക്ക് വിത്ത് ദം ആഫ്റ്റർ ദാറ്റ് ടൈം സേസ് ദ ലോർഡ്, ഐ വിൽ പുട്ട് മൈ ലോസ് ഇൻ ദെയർ ഹാർട്ട്. ഞാൻ എൻ്റെ നിയമം അവരുടെ ഹൃദയങ്ങളിലേക്ക് നൽകപ്പെടും. ആൻഡ് ഐ വിൽ റൈറ്റ് ദം ഓൺ ദെയർ മൈൻഡ്സ്. ഞാൻ അവരുടെ മനസ്സുകളിൽ അത് എഴുതും എന്നുള്ള. ദെൻ ഹി ഹാഡ്സ് ദ സിൻ ആൻഡ് ദ ലോലെസ് ആക്ട് ഐ വിൽ റിമെമ്പർ നോ മോർ. ആൻഡ് വെയർ ദീസ് ഹാവ് ബീൻ ഫോർ ഗിവൻ സാക്രിഫൈസ് ഫോർ സിൻ ഇസ് നോ ലോങ്ങർ നെസസറി. അപ്പോൾ എന്താണ് ഈ നിയമം മനസ്സിൽ എഴുതപ്പെടുന്നത്, ഹൃദയത്തിൽ? ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. ഒരു നിയമം എഴുതിയ ഇസ്രായേൽ ജനം, അവർ മൊത്തം പാപം ചെയ്ത് അവരങ്ങ് നശിച്ചു പോകാനിടയായി. They required a human interference, or rather a divine interference in a human form. ദൈവം ഇറങ്ങി വരുന്നു, യേശു ക്രിസ്തു വന്ന് യാഗമായി തീരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിനകത്തൊരു വാക്യമുണ്ട്. അതിൻ്റെ 9-ാം അധ്യായം, അതിൻ്റെ 8-ാമത്തെ വാക്യം, അതിൻ്റെ 28-ാമത്തെ വാക്യമാണ്. 9-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, ക്ഷമിക്കണം, ഒരു വാക്യം മാറിപ്പോ. ലൂക്കോസിൻ്റെ സുവിശേഷം ചാപ്റ്റർ 9 വേഴ്സ് 28 ആണ്. അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. About 8th day after Jesus said this, he took Peter, John and James with him and went up to the mountain to pray. അവിടെ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോയി. ആ ട്രാൻസ്ഫിഗറേഷൻ മൗണ്ടനിൽ നടക്കുന്നൊരു സംഭവമാണ്. And he was praying, the appearance of the fact changed and the clothes became bright as a flash of lightning. The two men, Moses and Elijah, appeared in glorious splendor. മോശയും ഏലിയാവും അവിടെ വരാനിടയായി. Talking with Jesus, they spoke about his departure, which was about to bring the fulfillment at Jerusalem. എന്നിട്ട് പറഞ്ഞു, Peter and his companions were very sleepy, but when they became fully awake, they saw the glory and the two men standing with them. And the man were leaving Jesus, and Peter said to him, Master, it's good for us to be here. ഞങ്ങൾക്ക് ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അവരോട് എന്താ പറയുക, യേശു അവരോട് മറിച്ച് പറയുകയാണ്, while he was speaking, a cloud appeared and covered them, and they were afraid as they entered the cloud. A voice came from the cloud saying, This is my son, whom I have chosen. Listen to him. അപ്പോൾ പറയാണ്, ഇതെൻ്റെ മകനാകുന്നു, ഞാൻ ചോദിച്ചു. അപ്പോൾ ആദ്യം യേശുവിൻ്റെ സ്നാനത്തിൻ്റെ സമയത്ത് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ എന്ന് പറയപ്പെടുന്നു. ആ ട്രാൻസ്ഫിഗറേഷനിൽ അവർ ഒരു വലിയ സംഭവം, യെരുശലേമിൽ നടക്കാൻ പോകുന്ന സംഭവത്തിൽ നടക്കുന്ന സമയത്ത് ഇതെൻ്റെ മകൻ ആകുന്നു എന്ന് പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊരു കാര്യമാണ് പറയപ്പെടാനിടയായത്. അപ്പം യേശുവിനെ ദൈവം അംഗീകരിച്ചൊരു വ്യക്തിയായിട്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, കർത്താവിനെ എന്തുകൊണ്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ആ നിയമം ഹൃദയത്തിൽ എഴുതപ്പെടുന്നതിൻ്റെ
ഒരു ബാക്ക്ഡ്രോപ്പ് പറഞ്ഞു എന്നേ ഉള്ളൂ. ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തിയായി യേശു എഴുന്നള്ളി ഈ ഭൂമിയിൽ. അതിന് 2 ഇൻസ്റ്റൻസസിൽ ദൈവത്തിൻ്റെ ശബ്ദം വരാനിടയായി. അതായത് ഇവൻ എൻ്റെ പ്രിയപുത്രനും ഇതെൻ്റെ മകനാകുന്നു എന്ന് പറഞ്ഞു. അപ്പം കർത്താവ് പറയുന്ന വാക്കും യേശുവുമായിട്ടുള്ള ബന്ധം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ലോകത്ത്. മെസ്സേജിൽ ആനന്ദം കൊള്ളുന്നത് തെറ്റില്ല. മെസ്സേജിൽ നാം അതിനെ തൃപ്തിയാകുന്നതും മെസ്സേജ് പറയുന്ന വ്യക്തികളെ നാം വലുതായി കാണുന്നതിനൊന്നും തെറ്റില്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി അവരെല്ലാം പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ദേ ആർ ഓൾ കവേർഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. യേശുവിലൂടെ അല്ലാതെ അവരെ കണ്ടു കഴിഞ്ഞാൽ, യേശുവിലൂടെ അല്ലാതെ അവരെ നോക്കിയാൽ, അൾട്ടിമേറ്റ്ലി പറയുന്ന ഇത്രയേ ഉള്ളൂ, യേശുവിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് യേശുവിനെ കാണാൻ പറ്റുള്ളൂ, ആ വ്യക്തിയല്ല കാണുന്നത്. അവരിലൂടെ യേശുവിനെ കാണാൻ പറ്റുമെങ്കിൽ വലിയ ഭാഗ്യമാണ്. വിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടായി വരുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ സംഭവം നടന്നപ്പോൾ ഒരു കാര്യം ഓർക്കുന്നു. പല പാപങ്ങളും അവിശ്വാസികളാണ് പലപ്പോഴും അത് എടുത്തു കാണിക്കപ്പെടാനിടയാവുന്നത്. വിശ്വാസികളെല്ലാം അവരുടെ ആ വർഷിപ്പിൽ, ആ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് അപ്രോച്ചിൽ അവരുടെ ഡിസേൺമെൻറ്റ് നഷ്ടപ്പെടുന്നു. അവരുടെ എന്താ പറയുക, ഒരു കാര്യത്തെ വിവേചിച്ച് കാണാനുള്ള ആ മനസ്സ്, ആ കൃപ നഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിതെല്ലാം കാണാനിടയാവുന്നത്. ഞാൻ ഈ കാടുകയറി പോകുന്നില്ല, ഞാൻ മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. യേശുവിനെ നോക്കി നമ്മളിരിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നിരാശകൾക്കും നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശകൾക്കും ഒരർത്ഥമുണ്ടാവും, ഈവൻ സങ്കടങ്ങൾക്ക് പോലും. ഈയിടയ്ക്ക് ഒരു ദൈവദാസൻ പറയേണ്ടായി ഈ ചാനലിലൂടെ തന്നെ, മനുഷ്യന് ഏറ്റവും കൊടുത്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യം ശരീരത്തിൽ കൊടുത്തതെന്ന് പെയിനാണെന്ന്. വേദന തന്നെയാണ് മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്നത്. അതിലൂടെ മാത്രമേ യേശുവിൻ്റെ പിക്ചർ ക്ലിയറായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ സിറ്റുവേഷനിൽ ദൈവവചനം പറയുന്നു, ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എൻ്റെ നിയമം എഴുതും, അവരുടെ മനസ്സുകളിൽ എൻ്റെ നിയമം ഞാൻ കൊടുക്കും, അവരുടെ മനസ്സുകളിൽ ഞാനത് എഴുതും. ഗലാത്യർ ലേഖനം എഴുതിയിട്ടുണ്ട്, സോ ഐ വാക്ക് ബൈ ദ സ്പിരിറ്റ് ആൻഡ് യു വിൽ നോട്ട് ഗ്രാറ്റിഫൈ ദ ഡിസയർസ് ഓഫ് ദ ഫ്ലഷ്. ജഡത്തിൻ്റെ മോഹങ്ങളെ സഫലമാക്കാതെ ആത്മാവിൽ നടത്തപ്പെടാൻ ഇടയാകും എന്നാണ്. പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ, അന്ന് ദൈവം പറഞ്ഞവൻ എൻ്റെ മകനാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തി പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ പോയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും. ആ കാര്യസ്ഥൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ആ കാര്യസ്ഥന് ആവശ്യമുണ്ട്. ആ കാര്യസ്ഥൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് പലപ്പോഴും നാം എന്തോ ബൈബിള് പഠിക്കുന്ന എന്താ പറയുക, പഠിച്ച് സെൽഫ് റൈച്ചസ്നെസ് നേടുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പരാമർശത്തെ ചെറുതായിട്ടാണ് കാണുന്നത്. ആക്ച്വലി തൃത്വത്തിൽ മൂന്നാമൻ എന്നുള്ള വാക്കുള്ളത് കൊണ്ടാണ് എല്ലാവരുടെ ഉള്ളിലൊരു റാങ്കിങ് വരുന്നത്, 1, 2, 3. അങ്ങനെയല്ല, ട്രൈ യൂണിയൻ ഗോഡ് എന്നാണ്, 3 ഏകദൈവം. അപ്പം 3 ദൈവമല്ല, ഒരു ദൈവത്തിൻ്റെ 3 എന്താ പറയുക ഫീച്ചേഴ്സാണ്, 3 ക്യാരക്ടേഴ്സാണ്. അതിൽ പരിശുദ്ധാത്മാവ് പിതാവിന് തുല്യം, പുത്രന് തുല്യമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ആ പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഇഫ് യു ഹാവ് ദ ഹോളി സ്പിരിറ്റ്, ഞാൻ ഒന്നുകൂടെ കടത്തി പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ തന്നിരുന്നെങ്കിൽ ഈ എഴുതപ്പെട്ട നിയമത്തെ ജീവനോടെ കാണാൻ പറ്റും. പണ്ടൊരു എക്സ്പീരിയൻസ് ഉണ്ട്, ഇന്നത് പറയും, അത് എൻ്റെ വ്യക്തിപരമായ എക്സ്പീരിയൻസാണ്. അതൊരു ഡോക്ട്രിനായിട്ടോ ഒരു നിയമമായിട്ടോ അല്ല ഞാൻ പറയുന്നത്. ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ആ സമയത്ത് ബൈബിൾ തുറക്കുമ്പോൾ വചനമെല്ലാം ജീവനോടെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുമായിരുന്നു. എൻ്റെ ഉള്ളിലെ ഒരു തോന്നലാണ്, ഇതെല്ലാം ഇങ്ങനെ ചാടി കളിച്ചിങ്ങനെ ഇരിക്കുന്ന ഇതിന് ഒരു ഫ്ലൂയിഡിറ്റി ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര ഹൈ ആയതുകൊണ്ട് എനിക്ക് തോന്നുവാണെന്ന്. പക്ഷെ ദൈവവചനം അത്രയും അലൈവാണെന്ന് ദൈവം എന്നെ പഠിപ്പിക്കുകയാണ്. ആൻഡ് ദാറ്റ് ആങ്കേഴ്സ് മീ ടു ദ വേർഡ് ഓഫ് ഗോഡ് ഈച്ച് ടൈം ഐ ഹാവ് എ പ്രോബ്ലം. എനിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ദൈവവചനത്തിലേക്ക് പോകുവാൻ, ദൈവവചനത്തിലേക്ക് നോക്കുവാൻ, അതിനെ ഒന്ന് തുറന്ന് വായിക്കാനൊക്കെ ഇടയാവുന്നത് ആ ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ ഹോളി സ്പിരിറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ പലരും പറയും ആത്മാവുണ്ടെങ്കിൽ വചനത്തിന് ഇതില്ല. ഇതെല്ലാം നിയമം, പഴയ നിയമത്തിൻ്റെ നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഹോളി സ്പിരിറ്റിൽ വരുമ്പോൾ ഈ നിയമത്തെ ഒന്നുകൂടെ ദൈവം മുറുക്കുകയാണ്. ഇത് നമ്മുടെ മനസ്സുകളിൽ എഴുതപ്പെടുന്ന നിയമമാണ്. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. The days are coming, declares the Lord, when I will make a new covenant with the people of Israel. But days are coming. യെരമ്യാ ഓൾറെഡി നിയമം കൊടുത്തു കഴിഞ്ഞു.
ഇറ്റ് വിൽ നോട്ട് ബി ലൈക്ക് ദ കവനൻറ്റ് ഐ മെയ്ഡ് വിത്ത് ദെയർ ആൻസിസ്റ്റേഴ്സ്. അപ്പം ഞാൻ പൂർവ്വപിതാക്കന്മാരോട് ചെയ്തിരിക്കുന്ന ഒരു സംഭവം പോലെ അല്ല ചെയ്യാൻ പോകുന്നത്. ഐ മെയ്ഡ് വിത്ത് ദെയർ ആൻസിസ്റ്റേഴ്സ് വെൻ ഐ ടുക്ക് ദം ബൈ ഹാൻഡ് ടു ലീഡ് ദം ഔട്ട് ഓഫ് ഈജിപ്റ്റ്. ഞാൻ എൻ്റെ കരം പിടിച്ച് അവരെ ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കൊടുത്ത നിയമം പോലെയല്ല. ബിക്കോസ് ദേ ബ്രോക്ക് മൈ കവനൻറ്റ്. എൻ്റെ നിയമം അവർ നശിപ്പിക്കപ്പെട്ടു, അവർ പൊട്ടിച്ചു കളഞ്ഞു. ദോ ഐ വാസ് എ ഹസ്ബൻഡ് ടു ദം ഡിക്ലെയർസ് എ ലോർഡ്. ഞാനൊരു ഭർത്താവിനെ പോലെ അവരുടെ കൂടെ, ഒരു ഭാര്യയോട് കൂടെ എങ്ങനെ ഇരിക്കും അപ്രകാരം ഞാൻ ഇരുന്നു എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ 33-ാമത്തെ വാക്യം, ദിസ് ഇസ് ദ കവനൻറ്റ് ഐ വിൽ മേക്ക് വിത്ത് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ആഫ്റ്റർ ദാറ്റ് ടൈം ഡിക്ലെയർസ് എ ലോർഡ്. ഐ വിൽ പുട്ട് മൈ ലോ ഇൻ ദെയർ മൈൻഡ്സ് ആൻഡ് റൈറ്റ് ഇറ്റ് ഓൺ ദെയർ ഹാർട്ട്സ്. അപ്പം അവിടെ പറയപ്പെടുന്നു, ഐ വിൽ പുട്ട് ദെയർ ലോ ഇൻ ദെയർ മൈൻഡ്സ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദെയർ ഹാർട്ട്. അപ്പം ഹൃദയത്തിൽ അത് എഴുതപ്പെടും, അല്ലെങ്കിൽ ആ നിയമം ഞാൻ അവരുടെ ഹൃദയത്തിൽ എഴുതപ്പെടും എന്നുള്ള എബ്രായ ഭാഷയിലും അതുപോലെ തന്നെയുള്ള അനുഭവങ്ങളാണ്. അപ്പോൾ ഇത് പറയുന്നു, ദിസ് ഇസ് ദ കവനന്റ് ഐ വിൽ മേക്ക് ഫോർ ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ആഫ്റ്റർ ദാറ്റ് ടൈം ഐ വിൽ പുട്ട് ദ ലോ ഇൻ ദെയർ മൈൻഡ്സ് ആൻഡ് ഐ വിൽ റൈറ്റ് ഇറ്റ് ഓൺ ദെയർ ഹാർട്ട്സ്. ഐ വിൽ ബി ദെയർ ഗോഡ് ആൻഡ് ദേ വിൽ ബി മൈ പീപ്പിൾ. ഞാൻ അവരുടെ ദൈവമാവുന്നു, അവരെൻ്റെ ജനം ആയി മാറും. നോ ലോങ്ങർ വിൽ ദേ ടീച്ച് ദെയർ നെയ്ബർ ഓർ സേ ടു വൺ അനദർ നോ ദ ലോർഡ്, because they will all know me from the least of them to the greatest, declares the Lord. അവർ ഒരിക്കലും ഇനി ഒരാളോട് പറയില്ല ദൈവത്തെ അറിയണമെന്ന്, ബിക്കോസ് അവർക്ക് ഓൾറെഡി അറിയാം. For I will forgive their wickedness and will remember their sin no more. ദൈവത്തിൻ്റെ നിയമം ഹൃദയത്തിൽ എഴുതപ്പെട്ടെങ്കിൽ മാത്രമേ പാപത്തിൽ നിന്ന് നമുക്ക് തൽക്കാലം ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ ഒന്ന് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ the tendency to do sin will start gaining upper hand. പലപ്പോഴും സംഭവിക്കുന്നത്, ദൈവവചനം നമുക്ക് നല്ലതായിട്ട് അറിയാം, നമ്മുടെ മനസ്സുകളിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ നിയമമുണ്ട്, മനസ്സിൽ നിയമം ഇല്ല. അപ്പം നമ്മുടെ മൈൻഡിലൊരു വിചാരമുണ്ട്, ഒരു ഗ്രേറ്റ് മാൻ ഫീലിംഗ് ആണ്. ഇന്ന് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ഉണ്ടായിരുന്നൊരു കാര്യമാണ്. അത് നമ്മൾ കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു, ആൻഡ് ദെൻ ദ ഗ്രേറ്റ്നെസ്, ആ ചെയ്യുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ചെയ്യുകയാണെന്ന് മറന്നുപോയിട്ട് ആ ഗ്രേറ്റ്നെസ് നമ്മെ ഒരു ഷീൽഡ് പോലെ ഇങ്ങനെ കവർ ചെയ്യാൻ തുടങ്ങും. അതായത് ഞാൻ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ദൈവം എന്നെ കാണുന്നു എന്ന് എനിക്കറിയാം, എങ്കിലും സാരമില്ല, ദൈവം എൻ്റെ ബലഹീനതയെ അറിയുന്നു. ഈ ഒരു എക്സ്ക്യൂസാണ് ഒരുവൻ വീഴുവാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് കാണുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് ഡെട്രിച്ച് ബോയിൻഹോഫർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വാക്കുണ്ട്, അതിന് ചീപ്പ് ഗ്രേസ് എന്ന് പറയുന്നത്, ഏറ്റവും മ്ലേച്ഛമായ കൃപ എന്ന് പറയപ്പെടുന്നത്. ഡെട്രിച്ച് ബോയിൻഹോഫർ പറയുന്നൊരു കാര്യമുണ്ട്, ചീപ്പ് ഗ്രേസ് ഇസ് ദി പ്രീച്ചിങ് ഓഫ് ഫോർഗിവ്നെസ് വിതൗട്ട് റിക്വയറിങ് റിപ്പൻറ്റൻസ്. ഒരു മാനസാന്തരമില്ലാത്ത ഒരു പ്രസംഗം, അതാണ് ചീപ്പ് ഗ്രേസ് ചെയ്യുന്ന ഒരു കാര്യം. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാനസാന്തരമില്ലാത്തൊരു പ്രസംഗം. പണ്ടത്തെ കാലത്ത് ഞാൻ വിശ്വാസത്തിൽ വരുന്ന സമയങ്ങളിലൊക്കെ അന്നത്തെ പ്രീച്ചിങ്ങിലെല്ലാം ഒരു തീരുമാനമെടുപ്പിക്കുന്ന ഒരു സ്വഭാവം, കഥാദാസനുമൊക്കെ. ആ തീരുമാനങ്ങൾ ഒറ്റയടിക്കൊരു തീരുമാനമല്ല, അത് കൊച്ചു ഇന്ന് ദൈവമേ ഞാൻ ഇന്നൊരു തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണം, ഇന്നത് ഞാൻ ചെയ്യില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ചില ദിവസങ്ങൾ കണ്ടിന്യൂ ചെയ്തേക്കാം, ബട്ട് ആസ് യു ഗോ അതിനെ തീരുമാനമെടുക്കുമ്പോഴും ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യുവാണ്. ആൻഡ് ദെൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഹാവ് ഓവർകം. ആ മയിൽക്കുറ്റി മാറിപ്പോയി. ദർ ഇസ് എ ന്യൂ ചാലഞ്ച് ഓഫ് കോഴ്സ്, അതിലേക്ക് തീരുമാനം. അപ്പം എവറി ടൈം ജനത്തെ ദൈവവചനത്തിൻ്റെ രസം പറഞ്ഞ് പിടിപ്പിക്കുകയല്ല, ദൈവവചനം എത്ര ലോജിക്കലായിട്ട് പറയാൻ പറ്റുന്നു എന്നുള്ളതല്ല, ദൈവവചനം എത്ര ഗാംഭീര്യത്തോടെ പറയാൻ പറ്റുന്നു എന്നുള്ള കാര്യമല്ല, എത്ര മർമ്മങ്ങൾ അവിടെ സംസാരിക്കപ്പെട്ടു എന്നല്ല. ഈ ജനം തീരുമാനമെടുക്കുന്നില്ലെങ്കിൽ അത് കേൾക്കുന്ന കേൾവിക്കാരൻ സ്വന്തമായിട്ടൊരു തീരുമാനം, ഇനിയിപ്പോൾ ഒരു പാസ്റ്റർ പറഞ്ഞിട്ട് വേണ്ട, സ്വന്തമായി ഞാനിത് വചനം കേട്ടു, എൻ്റെ ജീവിതത്തിൽ തെറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. വചനം കേൾക്കുമ്പോൾ ക്ലിയറായിട്ടും കുത്ത് നമുക്ക് ലഭിക്കും. ഇഫ് യു സിറ്റ് വിത്ത് ഓപ്പൺ ഹാർട്ട്. ജഡ്ജ് ചെയ്യാൻ പോയി ഈ വ്യക്തിയെ നോക്കി ഈ വ്യക്തിയുടെ പ്രസംഗങ്ങളെല്ലാം സൂപ്പറാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. അതെൻ്റെ ഹൃദയത്തിൽ പരിവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ ഐ നീഡ് ടു ടേക്ക് എ കോൾ. ഞാൻ തീരുമാനമെടുക്കുകയാണ്, ഇനി ഞാൻ 1, 2, 3 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കില്ല. ആ തീരുമാനമെടുക്കാൻ ഒരു ദിവസം വൈകിപ്പോയാൽ ദി എമൗണ്ട് ഓഫ് ആക്ട് ദാറ്റ് യു വിൽ ബി ഡൂയിങ് എസ് സിൻ വിൽ ബി ട്രമെൻഡസ്. അപ്പോൾ ഡെയിലി തീരുമാനമെടുക്കണം എന്നുള്ള നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നു. ഇപ്പോൾ ഡെട്രിച്ച് ബോയിൻഹോഫർ പറയുന്നൊരു കാര്യമാണ്, ചീപ്പ് ഗ്രേസ് ഇസ് ദ പ്രീച്ചിങ് ഓഫ് ഫോർഗിവ്നെസ്. മാനസാന്തരമില്ലാതെ ക്ഷമ പറയുന്ന ഒരു പ്രസംഗം. ബാപ്റ്റിസം വിതൗട്ട് ചർച്ച് ഡിസിപ്ലിൻ. ചർച്ചിൽ ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യാതെ സ്നാനപ്പെട്ടാൽ, ചർച്ച് പറയുന്ന ഡിസിപ്ലിന് ഞാനാണ് ചർച്ച് എന്നാണ്, സത്യമാണ്, നോ പ്രോബ്ലം. പക്ഷേ നാം കൂടി വരുന്ന സമയത്ത് ഒരു ഡിസിപ്ലിൻ ഉണ്ട്.
ആ ഡിസിപ്ലിൻ ഫോളോ ചെയ്യാതെ, ആ ഡിസിപ്ലിനിൽ വില കൊടുക്കാതെ ഒരുവൻ സ്നാനപ്പെട്ടു എന്നുള്ള ഒറ്റ തീരുമാനം കൊണ്ട് അവൻ അതിനെ നന്നാക്കുന്നില്ല. അത് മ്ലേച്ഛമായ കൃപ വളർത്തുകയുള്ളൂ അവനിൽ. അടുത്തത് കമ്മ്യൂണിയൻ വിത്തൗട്ട് കൺഫെഷൻ. കർത്തൃമേശ ഏറ്റുപറച്ചിൽ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ഒരു പൊസിഷനുണ്ട്. നമ്മൾ ഏറ്റുപറച്ചിലേ പറയുന്നുള്ളൂ, ഉപേക്ഷിക്കാൻ റെഡിയല്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിൽ കർത്തൃമേശ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കുന്ന ആ ഒരു സമർപ്പണം. അബ്സല്യൂഷൻ വിത്തൗട്ട് പേഴ്സണൽ കൺവിക്ഷൻ. ഒരു പേഴ്സണലായിട്ട് എനിക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യത്തെ ഞാൻ മനഃപൂർവ്വം വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ്, അത് കൃപയെ മ്ലേച്ഛമാക്കുന്നു. ഇതെല്ലാം കൊണ്ടൊരു മനുഷ്യൻ നശിച്ചു പോകാനാണ് ഇടയാവുന്നത്. ഇന്ന് പല തട്ടുകളിൽ ഇതെല്ലാം കാണാം. ദൈവവചനം പറയുന്നു, ഈ പറയുന്ന എൻ്റെ പ്രിയപുത്രനുള്ള യേശു പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ കാര്യസ്ഥനെ അയച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിന് സ്ഥാനം കൊടുക്കാതെ, പരിശുദ്ധാത്മാവിന് ഒരു പൊസിഷൻ നൽകാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്താലും പാപം അതിൻ്റെ ഡോറിൽ വന്ന് നിന്ന് അതിനുണ്ട് ഇഷ്ടം നമ്മളോടാകുന്നു. ചീപ്പ് ഗ്രേസ് ഇസ് എ ഗ്രേറ്റ് വിത്തൗട്ട് ഡിസിപ്ലിൻ. ചീപ്പ് ഗ്രേസ് ഇസ് എ ഗ്രേറ്റ് വിത്തൗട്ട് ദ ക്രോസ്. ക്രൂശില്ലാത്ത ഒരു കൃപ, അത് ഗ്രേസ് വിത്തൗട്ട് ജീസസ് ക്രൈസ്റ്റ് ലിവിങ് ആൻഡ് ഇൻകാർണേറ്റഡ്. ചീപ്പ് ഗ്രേസ് എന്ന് പറഞ്ഞ ഡെട്രിച്ച് ബോയിൻഹോഫറിൻ്റെ വലിയൊരു പ്രസംഗമാണത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം കേൾക്കുന്ന പ്രസംഗങ്ങൾ എൻ്റർടൈൻമെൻറ്റ് പോലെ കേൾക്കുന്നുണ്ട്, രസിച്ച് കേൾക്കുന്ന സംഭവമുണ്ട്. ബട്ട് ആർ വി റിയലി ലുക്കിംഗ് അറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്? ദൈവവചനം സംസാരിച്ച് അത് ആക്ച്വലി ബോറടിയാണ്. പക്ഷേ നമ്മെ അവിടെ ആ പിക്ചറിലേക്ക് വെച്ച് കഴിയുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബോർ എനി മോർ. ബിക്കോസ് നമ്മളൊരു സ്പെക്ടേറ്ററായിട്ട് ദൈവവചനം കേൾക്കുമ്പോൾ അത് ബോറടിക്കും. എന്നെക്കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് നന്നാവാനുള്ള ഒരു പാർട്ട് അതിനകത്തുണ്ട്. ഐ സ്റ്റിൽ റിക്വയർ റിപ്പയർ എന്ന് പറഞ്ഞ ഒരു ടയറ്, ഒരു വണ്ടി ഓടുന്ന സമയത്ത് ഒരു പഞ്ചറായി കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ഗാരേജിൻ്റെ ഭംഗി കണ്ടിട്ടാണോ അത് കയറുന്നത്? ഒരു ഗാരേജിൻ്റെ വലിയ ഫെസിലിറ്റികൾ ഞാനൊന്ന് നോക്കട്ടെ, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എത്ര സ്റ്റാഫുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാണോ? ഒട്ടുമല്ല. നമ്മുടെ സിമ്പിളായിട്ടുള്ള മൈൻഡിൽ അവിടെ വരുന്ന കാര്യം, എനിക്ക് റിപ്പയർ ആവശ്യമുണ്ട്, എനിക്ക് ഇനി മുമ്പോട്ട് യാത്ര ചെയ്യണമെങ്കിൽ ഈ റിപ്പയറിന് എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ള തിരിച്ചറിവ് മറ്റേ കാര്യങ്ങൾ, അതായത് ഞാൻ പറയുന്ന ഒരു ഗാരേജിൻ്റെ ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ എത്രമാത്രം എക്യുപ്ഡ് ആണ് എന്നുള്ളത് നോക്കാൻ ഓവർകം ചെയ്യുന്നു. ബിക്കോസ് യു നീഡ് ടു റിപ്പയർ ഈസ് മോർ ദാൻ ദ നീഡ് ടു ഓവർസീ തിങ്സ്. സോ ദെൻ യു വിൽ സ്റ്റെപ്പ് ഇൻ ടു ദ ഗാരേജ് ആൻഡ് സേ, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കി ചേട്ടാ, ഇതൊന്ന് നന്നാക്കി തരണം, അല്ലെങ്കിൽ എനിക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. ആ വരുന്ന ആൾ എത്രത്തോളം ക്വാളിഫൈഡ് ആണ്, നിങ്ങൾ 10 വർഷം ഇതൊക്കെ അറിയുന്ന ആളാണ്? ഒന്നുമില്ല. ഒരു സിമ്പിൾ ഈവൻ ഒരു ചെറിയ ഒരു എൻജിന് പ്രോബ്ലം വന്നാലും ഒരാൾ വന്ന് ഞാൻ മെക്കാനിക്കാണെന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കാൻ നമ്മൾ ആ വ്യക്തിയുടെ കൂടുതൽ ഡീറ്റെയിൽ, കാരണം ബിക്കോസ് ആ റിപ്പയർ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മുടെ വീക്ഷണങ്ങൾ ഈ ദിവസങ്ങളിൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് ഈ ദിവസങ്ങളിൽ ക്രൈസ്റ്റിൻ്റെ പോലെയാണ്. നാം കേട്ട ശബ്ദം ഒരിക്കലും മറക്കരുത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ മകനാകുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞ വോയിസാണ്. അപ്പോൾ അത്രമാത്രം ദൈവം ഇൻവോൾവാണ് ഹ്യൂമൻ റേസിനെ ഒന്ന് രക്ഷയിലേക്ക് നയിക്കാൻ. അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യം അവകാശമാക്കുന്നു. ക്രൂശിനെ പ്രസംഗിക്കുന്ന വ്യക്തി സംസാരിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ സ്പീക്ക് ആൻഡ് ആക്ട് ആസ് ദോസ് യു ആർ ഗോയിങ് ടു ബി ജഡ്ജ്ഡ് ബൈ ദ ലോ ദാറ്റ് ഗിവ്സ് ഫ്രീഡം. ജെയിംസ് 2:12 എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. എങ്ങനെ? നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നു, എന്നെ വിധി പറയാൻ പോകുന്നു. ഏത് നിയമം കൊണ്ട്? സ്വാതന്ത്ര്യം തരുന്ന നിയമം കൊണ്ട്. ദ ലോ ദാറ്റ് ഗിവ്സ് ഫ്രീഡം. അതുകൊണ്ടാണ് അത് പഴയ നിയമത്തെക്കാട്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ദർ ഇസ് എ ജഡ്ജ്മെൻറ്റ് ഇൻ ദ ഫ്രീഡം. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നത്. നമ്മൾ വിചാരിക്കും നമുക്ക് എന്തും ചെയ്യാം. പാപം ചെയ്യാനുള്ള ഒരു വേദിയല്ല ക്രിസ്തീയമായ സ്വാതന്ത്ര്യമെന്ന് ദൈവം പറയുന്നു. ദൈവവചനം പറയുന്നു, യാക്കോബിൻ്റെ ലേഖനത്തിൽ 2:12 ഞാൻ ഈ പറഞ്ഞത്. സ്പീക്ക് ആൻഡ് ആക്ട് ആസ് ദോസ് ഹു ആർ ഗോയിങ് ടു ബി ജഡ്ജ്ഡ്. എന്നെ വിധിക്കാൻ പോവുകയാണ്, എനിക്കറിയാം. ഞാൻ ഒട്ടും വിധിക്കരുത് മറ്റൊരാളെ എന്ന് ദൈവവചനം സുവിശേഷങ്ങളിൽ പറയുമ്പോൾ ഞാൻ വിധിക്കപ്പെടാൻ പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട്, ബൈ ദ ലോ ദാറ്റ് ഗിവ്സ് ഫ്രീഡം. ഏത് സ്വാതന്ത്ര്യം തരുന്ന നിയമത്താലാണ് ഞാൻ വിധിക്കപ്പെടാൻ പോകുന്നത്. സോ ഗോഡ് പുട്ട് ഹിസ് ലോ ഓഫ് ഫ്രീഡം ഇൻ അവർ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ്. നമ്മുടെ ഹൃദയങ്ങൾ തരാനിടയായി. എന്നിട്ട് പറയണം, ദിസ് ഇസ് ദ കവനൻറ്റ് ഐ വിൽ എസ്റ്റാബ്ലിഷ് വിത്ത് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. ഇതാകുന്നു നിയമം ഞാൻ ഇസ്രായേലുമായിട്ട് വയ്ക്കുകയാണ്. ആഫ്റ്റർ ദാറ്റ് ടൈം ഡിക്ലെയർസ് ദ ലോർഡ്, ഐ വിൽ പുട്ട് മൈ ലോസ് ഇൻ ദെയർ മൈൻഡ്സ്. അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ എൻ്റെ നിയമങ്ങളിടും. ആൻഡ് റൈറ്റ് ദം ഇൻ
ഇൻ ടു ദെയർ ഹാർട്ട്സ്. ഞാൻ അവരുടെ ഹൃദയങ്ങൾ അത് എഴുതപ്പെടും. അൺലെസ് ആൻഡ് അതർവൈസ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ യുവർ ഹാർട്ട്. അതുകൊണ്ടാണ് ഞാനൊരു ദൈവദാസനോട് ചോദിച്ചു, പാപം ചെയ്യാതിരിക്കാൻ ഏറ്റവും എളുപ്പ വഴി എന്താണെന്ന്. പുള്ളി പറഞ്ഞ ഒരു രസകരമായ സംഭവം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. പുള്ളി പറഞ്ഞതാണ്, പാപം ചെയ്യാതിരിക്കണമെങ്കിൽ, ഞാൻ വിചാരിച്ചു പുള്ളി ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ പോകാമെന്ന്. പുള്ളി പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, പാപം ചെയ്യാതിരിക്കണമെങ്കിൽ ഡെയിലി ഒരു ദൈവവചനം ബൈഹാർട്ട് ചെയ്യുക. അപ്പം ഞാൻ എനിക്ക് ഭയങ്കര നിസ്സാരമായിട്ട് തോന്നി. ഒരു ദൈവവചനം ബൈഹാർട്ട് ചെയ്യുന്നു, എനിക്ക് ഇത്രയും ദൈവവചനം അറിയാം. അത് കാര്യമില്ല. പുതിയൊരു ദൈവവചനം ബൈഹാർട്ട് ചെയ്യുക. അറിയുന്ന ദൈവവചനം കൊണ്ട് പാപം ചെയ്യില്ല എന്ന് ഒരിക്കലും പറയും. ചെയ്യില്ല, ചാൻസ് ഉണ്ട്. പക്ഷെ ദ എഫേർട്ട്, ദി ആക്ഷൻ ദാറ്റ് യു ടേക്ക്. ഞാൻ ഇതാ പാപം ചെയ്യപ്പെടാൻ പോകുന്ന വ്യക്തി, എനിക്കറിയാം ഇത് തെറ്റാണ്, ബട്ട് സ്റ്റിൽ ഐ വിൽ സിൻ. നോക്കൂ, വിശ്വാസ ജീവിതത്തിൽ പാപം ചെയ്തവരെല്ലാം ദൈവവചനം അറിയാത്തവരല്ല, പ്രാക്ടീസ് ചെയ്യാത്തവരാണ് പാപം ചെയ്തിരിക്കുന്നത്. ആ ഗ്രേറ്റ് മാൻ ഫീലിംഗ്, ഞാനൊരു വലിയ കാര്യം ചെയ്യുന്നവനാണ്, ദൈവം അത് എന്നിലാണ് തന്നിരിക്കുന്നത് എന്നുള്ള ആ ഗ്രേറ്റ് മാൻ ഫീലിംഗ് ആണ് പലപ്പോഴും പാപത്തിലേക്ക് നയിക്കപ്പെടുന്നത്. ആ ഗ്രേറ്റ് മാൻ, ആ വലിയ പുരുഷൻ അല്ലെങ്കിൽ വലിയ മനുഷ്യൻ എന്നുള്ള ആ ചിന്ത മാറി ഏത് നിമിഷവും പാപം ചെയ്യപ്പെടാവുന്ന വ്യക്തിത്വമുള്ള വ്യക്തിയാണ് ഞാൻ, പുറമേ മാന്യനാണെങ്കിൽ ഉള്ളുകൊണ്ട് അങ്ങനെയാണ്. അതാ പറഞ്ഞത്, ഹാർട്ട് ഈസ് എക്സ്ട്രീംലി വിക്കഡ് എന്നാണ് ദൈവവചനം പറയുന്നത്. ഹൃദയം അങ്ങേയറ്റം കപടമുള്ളതും ഏറ്റവും വിക്കഡാണ്. അത് നിമിഷം ഒരു ചാൻസ് കിട്ടാൻ നോക്കിയിരിക്കുന്ന പോലെയാണ്. ഉള്ള ദൈവവചനം കൊണ്ട് തൃപ്തിപ്പെട്ടാൽ ദർ ഇസ് എ ചാൻസ് ദാറ്റ് യു ക്യാൻ സെറ്റ് ഇറ്റ് അസൈഡ്. വേണ്ട, എനിക്ക് പറയാം, ആ ഗ്രേറ്റ് മാൻ ഫീലിങ്ങിൽ അത് സാരമില്ല, ഞാൻ ഇത്രയും ചെയ്യുന്നുണ്ടല്ലോ, ആൻഡ് ഗോഡ് ഇസ് ഹെൽപ്പിംഗ് മീ ടു ഡു ഇറ്റ്, ഇറ്റ്സ് ഫൈൻ. ഞാനത് തെറ്റ് ചെയ്താലും സ്റ്റിൽ ഐ ക്യാൻ റൺ അവേ, സ്റ്റിൽ എനിക്ക് ഫോർഗിവ്നെസ് ഉണ്ട്, സ്റ്റിൽ തെറ്റ് ചെയ്താലും ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞാൽ മതി. പക്ഷേ അതിന് ഒരു ന്യൂട്രൽ സ്റ്റെപ്പിലാണ് താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. ഒരു കയറ്റം കയറുമ്പോൾ വണ്ടി ന്യൂട്രലാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്ത് സംഭവിക്കുമെന്ന്. എന്നാൽ ഫസ്റ്റ് ഗിയറിലിടുമ്പോൾ ആ പുഷ് ഉള്ളത് കൊണ്ട് പതുക്കെയാണെങ്കിലും ഒരു നാളത് കയറിയിരിക്കും എന്ന് പറയുന്ന പോലെ, ദൈവവചനം ഡെയിലി പ്രാക്ടീസ് ചെയ്യാത്ത ഒരു വ്യക്തി ഡെയിലി അത് ബൈഹാർട്ട് ചെയ്യാൻ, അതിൻ്റെ സിംപിളസ്റ്റ് ഫോമായി പറയുന്നത്, വായിച്ച് വലിയ വ്യാഖ്യാനം എടുക്കുന്ന കാര്യമല്ല, ഒരു വാക്യം വായിച്ച് അത് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ, ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ദാറ്റ് എക്സസൈസ്, ദെൻ ഇറ്റ് ഇസ് എ പ്രോബ്ലം. ഇവിടെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ടേബിളിൽ ഒരു വലിയ ബുക്ക് ഇരിക്കുന്നു, ഇങ്ങനെ മീനിങ് ഉള്ള. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു ഇതിങ്ങനെ ഓരോ വാക്യത്തിൻ്റെ ഓരോ അസുഖങ്ങളുടെ പേരാണ്. പുള്ളി അത് ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വായിച്ചുകൊണ്ടിരിക്കുമെന്ന്. കാരണം പുള്ളി അറിയുന്നതും ഇവിടെ എക്സാം എഴുതിയിട്ടും ഇത്രയും വർഷത്തെ 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ്. പുള്ളിക്ക് അത് വയ്ക്കാൻ നാണക്കേടൊന്നുമില്ല. പുള്ളി ആ എക്സ്പീരിയൻസിൽ പുള്ളി അത് പ്രാക്ടീസ് ചെയ്യുകയാണ്. താൻ പിന്നെയും അത് തന്നെ തിരിച്ചും മറിച്ചും കണ്ട് ഒരു വാക്കെങ്കിലും പുതിയത് പഠിക്കാൻ പറ്റുമെങ്കിൽ, ആ സൂക്കേട് വരുന്നോ അങ്ങനത്തെയുള്ള ഇവിടെ വരുന്നവരും 95% ആൾക്കാരും ജലദോഷവും പനിയും മാത്രമേ ഉള്ളൂ, ഒരു മരുന്ന് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാരണം അങ്ങനത്തെ ഒരു ചെറിയ മെഡിക്കൽ സെൻ്റർ അത്, അല്ലാതെ വലിയ ഹോസ്പിറ്റലും വലിയ 100 കണക്കിന് ഓപ്പറേഷൻ നടക്കുന്ന സ്ഥലമൊന്നുമല്ല. ഒരു സിമ്പിൾ മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടർ. ആ ചിന്താഗതി എന്നെ വളരെയധികം സ്പർശിച്ചു. നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ദൈവവചനം അല്പമായിട്ട് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ, കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് നാം ഒരു വാക്യം ഇന്ന് പഠിച്ചു, 365 പുതിയ വാക്യം പഠിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു, പറ്റുമെന്ന് അറിയില്ല, ബട്ട് വി ക്യാൻ ട്രൈ. 10 പഠിച്ചു. അറ്റ്ലീസ്റ്റ് യു കുഡ് സേവ് യുവർ സെൽഫ് ദോസ് 10 ബാഡ് ഡേയ്സ്. ആ 10 മോശമായ ദിനങ്ങളിൽ നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് കൂടുതൽ അടുക്കാനിടയാകും. അത് നമ്മൾ പറയുന്നതിന് വരെ 2 കാര്യങ്ങളാണ് ഇത് സംഭവിക്കാനിടയാകുന്നത്. ഒന്ന്, ലവ് ഓഫ് ഗോഡ്, ദൈവത്തോടുള്ള സ്നേഹം. കർത്താവ് പറയുന്ന 2 കമാൻഡ്മെൻറ്റ്, ഏറ്റവും ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെൻറ്റ് ഏതാണ്? ഞാൻ പെട്ടെന്ന് ഒന്ന് മൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുക. ഏറ്റവും ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെൻറ്റ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ, ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് 2 കൽപ്പനയാണ് പറഞ്ഞത്. അതിലാണ് സകലമാന പ്രവചനങ്ങളും സകലമാന നിയമം അതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒന്ന്, ലവ് ടു യുവർ ഗോഡ്, ലവ് യുവർ ലോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഓൾ യുവർ മൈൻഡ്, വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത് ആൻഡ് സ്പിരിറ്റ്. അപ്പം ദൈവത്തോടുള്ള സ്നേഹം മുറുക്കെ പിടിക്കാത്തവൻ പാപം ചെയ്യാനിടയാവും. 2, ലവ് യുവർ നെയ്ബർ, അവനവനെ പോലെ തൻ്റെ നെയ്ബർ അല്ലെങ്കിൽ തൻ്റെ അയൽവാസിയെ സ്നേഹിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നവരെ, വ്യക്തികളെ അല്ലെങ്കിൽ വിശ്വാസികളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, വി ആക്ച്വലി മേക്ക് ദ ലോ വെരി ഫീബിൾ.
ഇപ്പം അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് ഈ ലവ് യുവർ നെയ്ബർ ആൻഡ് ലവ് യുവർ ഗോഡ് വലിയൊരു കമാൻഡ്മെൻ്റ് ആയിട്ട് പറയുന്നത്. ഒരു സുപ്രീം എത്തിക്കാണ് ലവ്. ഏറ്റവും വലിയ ഈ ലോകത്തിൽ യൂസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യവും മിസ്യൂസ് ചെയ്യപ്പെടുന്ന കാര്യവും സ്നേഹമാണ്. സ്നേഹം മാക്സിമം മിസ്യൂസ് ചെയ്യപ്പെടുന്നത് ഉണ്ട് എല്ലാ അർത്ഥത്തിലും. 2, അത് ഏറ്റവും കൂടുതൽ ഒരു കുഞ്ഞും അമ്മയും തമ്മിൽ പറയുമ്പോൾ സ്നേഹത്തിനപ്പുറം ഒന്നും പറയുന്നില്ല. അപ്പോൾ അത് ഏറ്റവും യൂസ് ചെയ്യുകയും മിസ്യൂസ് ചെയ്യപ്പെടുന്ന വാക്യം അതാണ്. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ദൈവം സ്നേഹമായിരുന്നു. ദൈവത്തിന് മനുഷ്യന് ആവശ്യമില്ല. ഞാൻ പലപ്പോഴും എന്നെ വളരെയധികം ത്രസിപ്പിക്കുന്നൊരു കാര്യമാണ് ഗോഡ് ഈസ് ലവ്. ഭൂമി ഉണ്ടാക്കുന്നതിന് മുമ്പേ സ്നേഹം ഉണ്ടായിരുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തമ്മിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അത് നമുക്ക് ഒഴിച്ചു തന്നിരിക്കുകയാണ്. ആ സ്നേഹത്തിലാണ് പറയുന്നത് ലവ് യുവർ നെയ്ബർ. ദൈവം അത് ആഗ്രഹിക്കുകയാണ്. ലവ് യുവർ ഗോഡ്. ദൈവത്തെ സ്നേഹിക്കുകയും നമ്മുടെ കൂടെ ഇരിക്കുന്നവരെ സ്നേഹിക്കുകയും ആ സ്നേഹത്തിൻ്റെ സ്വഭാവം നമ്മളിൽ വന്നില്ലെങ്കിൽ, അതുകൊണ്ടാണ് കൃപാവരം പറയുമ്പോഴും സ്നേഹത്തെയാണ് പറയുന്നത്, കടപ്പാടുകളെയൊന്നുമല്ല പറയുന്നത്. ഇറ്റ് ഈസ് ദ എപ്പിറ്റം, ഇറ്റ് ഈസ് ദി എത്തിക്സ് ഓഫ് ലവ് ദാറ്റ് ഈസ് ബീൻ ടോൾഡ് വെൻ ദ ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റ് ആർ സ്പോക്കൺ. സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ്. അവസാനം നിലനിൽക്കുന്നതും സ്നേഹം തന്നെ. അപ്പോൾ ഈ സ്നേഹം ഇല്ലായ്മ കൊണ്ട് പാപത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇത് കൂടും. ആ ദൈവത്തോട് സ്നേഹമില്ലെങ്കിൽ ദൈവവചനത്തോട് സ്നേഹമല്ല, സിമ്പിൾ. ദൈവത്തോട് ഒരുവൻ കരയുന്നില്ലെങ്കിൽ ഒരു ദിവസം ദൈവവചനത്തോട് അവൻ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഉള്ളിൽ വാക്യമില്ല, അവൻ്റെ ഉള്ളിൽ പ്രമാണമില്ല. പ്രമാണമില്ലാത്ത ജനം എന്തും ചെയ്യും. അത് ഒരിക്കൽ കിട്ടിയതുകൊണ്ട് കാര്യമില്ല, ഡെയിലി, ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് നമ്മുടെ ഉള്ളിൽ പ്രമാണം എഴുതപ്പെട്ടുകൊണ്ട്. അതുകൊണ്ടാണ് ആ ദേവദാസൻ ഇങ്ങനെ പറയാനിടയായത് എല്ലാ ദിവസവും ഒരു വാക്യം ബൈ ഹാർട്ട് പഠിക്കണമെന്ന്. അത് മായ്ച്ച് അത് എഴുതി. അങ്ങനെ തന്നെയാണ് വാക്യം. നാം വായിച്ച എബ്രായ ലേഖനത്തിലെ ആ വാക്യം ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് പറയപ്പെടുന്നത്. അതിങ്ങനെയാണ്, ഐ വിൽ പുട്ട് മൈ ലോസ് ഇൻ ദെയർ മൈൻഡ്. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് പെർമനൻ്റായിട്ട് നിൽക്കണമെന്നില്ല. ഇറ്റ് വിൽ ഗെറ്റ് റെഡ്യൂസ്, ഇറ്റ് വിൽ ബി ഇറേസ്ഡ്. ആൻഡ് ഐ വിൽ റൈറ്റ് ദം ഓൺ ദെയർ ഹാർട്ട്സ്. അവരുടെ ഹൃദയത്തിൽ ഞാൻ എഴുതും. അത് എഴുതപ്പെടണം. ദൈവം എഴുതണം. ഈ ബൈബിൾ മുഴുവൻ എഴുതപ്പെടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. എഴുതിയതുകൊണ്ട് കാര്യമില്ല, അത് എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കണം ആ ഹൃദയത്തിൽ. ഞാൻ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം പറഞ്ഞു തന്നേ ഉള്ളൂ. നമുക്കിത് ചെയ്യാൻ പറ്റില്ല യേശു ഇല്ലാതെ. We cannot do this unless we acknowledge that Jesus died for our sins. യേശു എൻ്റെ പാപങ്ങൾക്ക് മരിച്ചു എന്ന് നമ്മുടെ ഉള്ളിൽ വിശ്വാസമില്ലാത്തടത്തോളം കാലം, മരിച്ചു എന്ന് ഹിസ്റ്റോറിക്കലി കറക്റ്റാണ്, എല്ലാവരും പറയുന്നുണ്ട്, എൻ്റെ സഭ വിശ്വസിക്കുന്നുണ്ട്, എല്ലാം കാര്യമുണ്ട്. അൺടിൽ ഐ ബിലീവ് ഇൻ മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ നോ ഗുഡ്. അതായത് എന്നെ അവൻ സ്നേഹിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന പോലെയാണ്. If he didn't die for me, then I believe in my heart that there is no love of God in my heart. അപ്പം ഞാൻ ചെയ്യുന്നു. അതുകൊണ്ട് ഞാനൊരു വാക്ക് വെച്ച് റിഫോർമേഷൻ നടന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റിസം കാത്തലിസിസത്തിൽ നിന്ന് മാറിയ സമയത്ത് അന്നത്തെ വേദപണ്ഡിതന്മാർ എഴുതിയൊരു കാര്യമുണ്ട്. അതാണ് നമ്മുടെ ആധാരം. ഇന്ന് ഞാൻ ഒരു ഇച്ചിരി പാപവുമായിട്ട് ബന്ധത്തിൽ നാം എങ്ങനെ പ്രതികരിക്കണമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, എന്നോട് ദൈവം സംസാരിച്ചൊരു കാര്യം ഞങ്ങൾ ഷെയർ ചെയ്തേ ഉള്ളൂ. ആ വാക്യം കൂടെ വായിക്കാൻ. റിഫോർമേഷൻ്റെ സമയത്ത് വളരെ കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് പാപം വരാതിരിക്കാൻ, അല്ലെങ്കിൽ തെറ്റ് ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള. ഞാനത് പറയുന്നു, സോള സ്ക്രിപ്ചോറ, സോള ഫിഡെ, സോള ഗ്രാസിയ, സോള ക്രിസ്റ്റോസ്, സോള ഡി ഗ്ലോറിയ, സോളി ഡി ഗ്ലോറിയ ആൻഡ് സോള സ്പിരിറ്റസ്. സിമ്പിളാണ്. സ്ക്രിപ്ചർ എലോൺ, വചനം മാത്രം, വിശ്വാസം മാത്രം, കൃപ മാത്രം, യേശുവിലൂടെ മാത്രം, ദൈവത്തിന് സകല മഹത്വം ആത്മാവിലൂടെ മാത്രം. വളരെ ഒബ്ജക്റ്റിഫൈ ചെയ്തിട്ട് എഴുതിയിരിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ പാപം വരാതിരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ പാപം സംഭവിക്കാതിരിക്കാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. എല്ലാവരും പാപം ചെയ്ത് ദൈവകൃപ നഷ്ടപ്പെടുത്തിയവരാണ്. യേശു നമ്മളെ ധരിപ്പിച്ച ആ വസ്ത്രം കൊണ്ട് ഒരുവൻ സ്നാനപ്പെടുന്ന യേശുവിനെ ധരിക്കുന്നു. ആ യേശുവിൻ്റെലൂടെ മാത്രമേ ഈ ജീവിതത്തിൽ നമുക്ക് ഈ ജീവിതത്തിലെ പാപങ്ങളെയും അതിജീവിക്കുവാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു നാശം വന്ന് കൊയ്യാൻ ചാൻസ് ഒത്തിരി വേണ്ട. എല്ലാവരും പ്രോണാണ്, ആരും മിടുക്കരല്ല. എന്നാൽ
ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് അവനിൽ മാത്രം വിശ്വസിച്ച് അവൻ്റെ വചനത്തെ മാത്രം കൈക്കൊണ്ട് സകല മഹത്വം അവന് കൊടുത്ത് ദൈവാത്മാവിൽ ആശ്രയിക്കുന്നൊരു മനുഷ്യന് there is a chance that God will not let him die and rot. എൻ്റെ അഭിഷക്തൻ ദ്രവത്വം കാണാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന വാക്യം നാം മറക്കരുത്. ഇന്ന് പകൽ സമയം എന്നെ കേൾക്കുന്ന ജനമേ, ചില കാര്യങ്ങൾ നമുക്ക് ഡേ ടു ഡേ ലൈഫിലെ പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും നാം നശിച്ചു പോകാതിരിക്കുന്നതും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു നല്ല പോഷകാഹാരമുള്ള ഭക്ഷണം അല്ലെങ്കിൽ കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നാം സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ തക്കാളിയും ചില കാര്യങ്ങളും എല്ലാം മേടിച്ചു, അതിന് വേണ്ട രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ അത് അളിഞ്ഞു പോവും, നശിച്ചു പോവും, പിന്നെ അത് സ്മെൽ ചെയ്യാൻ തുടങ്ങും. അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഏറ്റവും വലിയ സത്ത് കഴിക്കുന്നതിന് ആവശ്യമാണ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതം ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കും. പക്ഷെ ദൈവമായിട്ടുള്ള ആ അഭേദ്യ ബന്ധത്തിലേ നടക്കുകയുള്ളൂ. ആ ബന്ധം നമ്മൾ ഒരു ഒബ്ജക്റ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അതല്ല എനിക്കറിയാം, എനിക്ക് മനസ്സിലായി, എനിക്ക് ദൈവവചനം ആ ഗ്രേറ്റ് മാൻ, ആ ഗ്രേറ്റ് ഫീലിങ്ങിലാണെങ്കിൽ നമ്മൾ ആ ഗ്രേസിനെ വളരെ ചീപ്പായിട്ട് കാണാം. ചീപ്പ് ഗ്രേസ് പ്രസംഗിക്കപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്ക് ആനന്ദം തോന്നും. മ്ലേച്ഛമായ കൃപ നമുക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. കാരണം അതിനകത്ത് റിപ്പൻറ്റൻസ് ഇല്ല, ഒന്നുമില്ല. എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തീരുമാനവും അതിന് ആവശ്യമില്ല. കേട്ട് കാതുകൾക്ക് രസിച്ച് ഞാൻ മടങ്ങിപ്പോകാനിടയാവും. അങ്ങനെ ആവരുത്. നമ്മുടെ ജീവിതം അറ്റ് സ്റ്റേക്ക് വയ്ക്കുക. ഇന്ന് വീണ്ടും ജന അനുഭവത്തിൻ്റെ അതേ അനുഭവത്തിൽ നാം നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവമായിട്ടൊരു ബന്ധമുണ്ട്. ആ ബന്ധം മുറുക്കെ പിടിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ബിക്കോസ് ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണോ എന്നറിയില്ല. നാളെ നല്ല പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കാം, നോ പ്രോബ്ലം. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് യുവർ ലാസ്റ്റ് ഡേ ടുഡേ, വാട്ട് ഗുഡ് ആർ യു എക്സ്പെക്റ്റിംഗ് ടുമോറോ? ഇന്ന് കഴിഞ്ഞു. അതല്ല മൂടൻ തൻ്റെ ദൈവം ഇല്ല എന്ന് പറയുന്നത്. ഇന്ന് മൂടാന്ന്, ഇന്ന് നിന്നെ ആയുസിനെ ഞാൻ തിരിച്ചു വിളിച്ചാൽ നീ എന്ത് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് സോ എമിനൻറ്റ് ദറ്റ് വി അണ്ടർസ്റ്റാൻഡ് ദ ഗോസ്പൽ ഇൻ ഇറ്റ്സ് റിയാലിറ്റി. സോ നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് അപ്രോച്ചൊക്കെ മാറ്റി വെച്ച് ഒരു പക്ഷേ അത് ഞാൻ ഒരു ഇൻസിഡൻറ്റും കൂടെ പറഞ്ഞിട്ട് വയ്ക്കാം. ഞാനീ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തയൊന്നും അല്ലല്ലോ പറയുന്നതെന്ന്. പക്ഷെ അത് ഒരു റിയാലിറ്റിയാണ്. ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ സുഹൃത്തുക്കളുമായിട്ട് ചായ കുടിക്കാൻ പോയപ്പോൾ, ഞങ്ങൾ ഓഫീസിലുള്ള എല്ലാവരും കൂടെ ഒന്ന് കൂടി രാവിലത്തെ ഒരു ചായ കുടിക്കാൻ പോയപ്പോൾ ഒരാൾ പറയുന്നു, എനിക്ക് ഇന്ന് എന്താ പറയുക മധുരമുള്ള ചായ വേണ്ട, ഇന്ന് എനിക്ക് ഇഡ്ഡലി കഴിച്ചാൽ മതി എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ പുള്ളി അത് കഴിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞു, ഇനി ഇത് കഴിക്കണം, എനിക്ക് നാളെ ഞാൻ അത് കഴിക്കും, മറ്റന്നാൾ ഞാൻ ഇത് കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു, നാളെ മറ്റന്നാളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, മറ്റന്നാളെല്ലാം കഴിക്കാൻ പറ്റും, പക്ഷേ ഇന്നത്തെ എൻജോയ് ചെയ്തങ്ങ് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ മറ്റന്നാളും കഴിക്കുന്നത് തെറ്റാണ്, ഇന്നത്തെ എൻജോയ് ചെയ്യുന്നതും കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, നാളെ ഉണ്ടെങ്കിൽ അത് കഴിക്കാമെന്നേ ഉള്ളൂ എന്നാണ്. അപ്പോൾ അതൊരു നെഗറ്റീവ് തോട്ടാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ നെഗറ്റീവ് തോട്ടല്ല, അത് റിയാലിറ്റിയാണ്. പോസിറ്റീവ്നെസ് പറഞ്ഞ് നമുക്ക് എന്താ പോസിറ്റീവ്, എന്താ നെഗറ്റീവ്, എന്താ റിയാലിറ്റി എന്ന് അറിയാത്ത പോലെ ആയിപ്പോയി. അപ്പോൾ നാളെ ഉണ്ടെങ്കിൽ അത് കഴിക്കാം എന്ന് പറയുന്ന പോസിറ്റീവായിട്ട് പറയുമ്പോൾ നാളെ ഉണ്ടെങ്കിൽ അത് കഴിക്കാം. അപ്പോൾ അതൊരു അതിനകത്തൊരു എലിമെൻ്റ് ഉണ്ട്, അൺസർട്ടനിറ്റി. അതിനെ നമ്മൾ പലപ്പോഴും നാളെ ഇത് കഴിക്കാം, മറ്റന്നാളെ കഴിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകും. പക്ഷേ അൺസർട്ടനിറ്റി, അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എൻ്റെ ദിനങ്ങളെ എണ്ണുവാൻ നീ പഠിപ്പിക്കണമേ. ആ ഒരു മൈൻഡ് നമുക്ക് ലൂസ് ചെയ്യുന്നു. അതൊരു വിസ്റ്റമാണ് ദൈവമക്കളെ. നാളെ ദൈവം അനുവദിക്കുമെങ്കിൽ, നാളെ, അതായത് പുതിയ നിയമത്തിൽ പറഞ്ഞു ഇന്ന പട്ടണത്തിൽ ഇപ്പോൾ ഞാൻ ഇന്ന ബിസിനസ് ചെയ്യുമെന്നാണ് പറയുന്നത്. നാളെ ദൈവം അനുവദിക്കുമെങ്കിൽ എന്നുള്ള വാക്ക് പറയണം. പലപ്പോഴും നമ്മളത് വളരെ ഈസി ആയിട്ട് പറയുന്നു. പക്ഷേ ദ റിയാലിറ്റി ഈസ് വി ഡോണ്ട് നോ വെദർ ടുഡേ ഈസ് ആർ ലാസ്റ്റ് ഡേ. ഒരു കാർഡിയാക് അറസ്റ്റ് വന്നാൽ 10-20 സെക്കൻഡ്സിൽ നമ്മൾ ഔട്ടാണ്. ഹാർട്ട് അറ്റാക്ക് പോലെയല്ല കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് സ്റ്റോപ്പായി, പിന്നെ ഡിഫിബ്രിലേറ്റർ വേണം അതിനെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ CPR കൊടുക്കണം. ഞാൻ ലൈവായിട്ട് എനിക്ക് ഒരു സംഭവം നടന്നുണ്ട്, ഡിഫിബ്രിലേറ്ററിൻ്റെ സീൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരാൾക്ക് ഇത്രയും മതി മരിക്കണമെങ്കിൽ. അപ്പം നമ്മുടെ നാളെ ദൈവം നമ്മെ അനുവദിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവവചനം കേൾക്കാം. തീർച്ചയായിട്ടും നമുക്ക് നല്ല പ്രസംഗങ്ങളും നല്ല വാക്യങ്ങളും നല്ലൊരു ആനന്ദത്തിൻ്റെ അനുഭവം ദൈവം നമുക്ക് തരും ഇടയാവും. പക്ഷേ ഇന്നത്തെ ദിവസം ലെറ്റ് us take it as the numbered days. Let us look at this word. Let us learn at least one word today, so that the grace of God does not amount to cheap grace, but rather abounding in grace. Let us be abounding in grace. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അളവിലേക്ക് വരുവാൻ ദൈവം നമ്മെ ഇടാക്കിയിട്ട് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഇന്ന് പകൽക്കാലം കേട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഏൽപ്പിക്കുന്നു.
ദൈവം അവരെ സഹായിക്കണമേ. അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളൊക്കെ ഉണ്ടെങ്കിൽ ദൈവമേ അത് മാറ്റുവാൻ വേണ്ടി മാത്രമല്ല, നിത്യതയിലേക്ക് വേണ്ടി ഒരു ചൂട് വയ്ക്കുവാൻ, അതൊന്ന് കാണുവാൻ, ദി അതർ സൈഡ് ഓഫ് എറ്റേണിറ്റി ഞങ്ങൾ കാണുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ഈ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് എറ്റേണിറ്റിയെ വീക്ഷിക്കുവാൻ ദൈവം തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തന്നെ സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല കർത്താവേ, എങ്കിലും അങ്ങയുടെ വചനത്താൽ, അങ്ങയിലുള്ള വിശ്വാസത്താൽ, അങ്ങയിലുള്ള മഹത്വത്താൽ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ, അങ്ങയുടെ കർത്താവ് കൃപയാൽ ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മേൽ ഞങ്ങളെ കടാക്ഷിക്കണമേ, ഞങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ നിന്ന് വീണു പോകുവാൻ ഞങ്ങൾ ഇടയാക്കല്ല കർത്താവെ. ഞങ്ങളതെല്ലാം പ്രോണായിട്ട് ജീവിക്കുന്നവരാണ്. എങ്കിലും കർത്താവെ, ദൈവത്തിൻ്റെ കരം ഞങ്ങളോട് കൂടെ ഉണ്ടാകണം. ഞങ്ങളുടെ പ്രയാസം ബുദ്ധിമുട്ടുകളിലൊക്കെ എല്ലാം നീക്കുപോക്ക് തരുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആശ്വാസം തരുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയാചനകനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഹലോ.